കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷണ പറക്കൽ ആരംഭിച്ചു. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് പരീക്ഷണ പറക്കലുകൾ ഏകോപിപ്പിക്കുന്നത്. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പരീക്ഷണ പറക്കൽ നടത്തുന്നത്. 3 ദിവസമാണ് പരീക്ഷണ പറക്കൽ നടത്തുന്നത്. കാലാവസ്ഥ കൂടി പരിഗണിച്ചാവും പരീക്ഷണ പറക്കൽ. നേരത്തെ കൊച്ചിയിൽ നിന്നും മാട്ടുപ്പെട്ടി ഡാമിലേക്ക് സീപ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. സ്കൈഹോപ്പ് ഏവിയേഷൻ ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന ട്വിൻ ഓട്ടർ സീപ്ലെയിനാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. പ്രധാനമായും 2 സെക്ടറുകളിലാണ് പരീക്ഷണ പറക്കൽ നടത്തുന്നത്. കൊച്ചി അഗത്തി കൽപ്പേനി കവരത്തി, കൊച്ചി കടമത്ത് കിൽത്താൻ അഗത്തി എന്നീ 2 സെക്ടറുകളാണ് അവ. 3 ദിവസങ്ങളിലായി ആകെ 12 പരീക്ഷണ സർവീസുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലേക്ക് ഏകദേശം 1 മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ സമയം മതിയാകും സീപ്ലെയിനിലാവുമ്പോൾ. പ്രാഥമിക വിവരപ്രകാരം ഒരാൾക്ക് ഏകദേശം 12,000 രൂപയോളമായിരിക്കും ടിക്കറ്റ് നിരക്ക്. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ടിക്കറ്റ് നിരക്ക് 2,000 രൂപയ്ക്കും 4,000 രൂപയ്ക്കും ഇടയിലായി കുറയാൻ സാധ്യതയുണ്ട്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് ഭരണകൂടം, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ സിയാലാണ് ഓപ്പറേഷണൽ പിന്തുണ നൽകുന്നത്. അഗത്തി, കവരത്തി, കിൽത്താൻ തുടങ്ങിയ ദ്വീപുകളിൽ സീപ്ലെയിനുകൾ അടുപ്പിക്കുന്നതിനായി പ്രത്യേകം സീപ്ലെയിൻ ഡോക്കുകൾ അല്ലെങ്കിൽ വാട്ടർ എയറോഡ്രോം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ദ്വീപുകളിൽ പ്രത്യേക റൺവേകളുടെ ആവശ്യമില്ലാതെ തന്നെ വെള്ളത്തിലിറങ്ങാൻ കഴിയുന്ന തരത്തിലാണ് സീപ്ലെയിൻ സംവിധാനം. ദ്വീപുകളിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് ഈ സർവീസ് വലിയ ഉണർവ് നൽകും. കൂടാതെ അടിയന്തര സാഹചര്യങ്ങളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മെയിൻലാൻഡിലെത്താനും ഇത് സഹായിക്കും. ഈ പരീക്ഷണം വിജയകരമായാൽ കൊച്ചിയിൽ നിന്ന് ഇടുക്കി, വയനാട് തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും ഭാവിയിൽ സീപ്ലെയിൻ സർവീസുകൾ വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട്. 2024 നവംബറിൽ കൊച്ചി ബോൾഗാട്ടയിൽ നിന്നും ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിലേക്ക് ഡി ഹാവിലാൻഡ് കാനഡയുടെ സീപ്ലെയിൻ വിജയകരമായി പരീക്ഷണ പറക്കൽ നടത്തിയിരുന്നു. മാട്ടുപ്പെട്ടി കൂടാതെ പമ്പ, ആലപ്പുഴ, മലമ്പുഴ എന്നിവിടങ്ങളിലേക്കും സീപ്ലെയിൻ സർവീസിനുള്ള ആലോചനയുണ്ട്. പരിസ്ഥിതി ആഘാത പഠനങ്ങളും DGCA സുരക്ഷാ പരിശോധനകളും അവസാന ഘട്ടത്തിലാണെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.